കേരള സ്റ്റോറി താത്ത എന്ന തമിഴിലിട്ട് ആരിഫ് ഹുസൈൻ ഇറക്കിയ വീഡിയോ എല്ലാരും കണ്ടു കാണുമല്ലോ അല്ലേ? ഇല്ല, നമുക്കൊന്ന് പോയി നോക്കിയാലോ? പിന്നെന്താ, എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. നിങ്ങളുടെ പഴയ പേരെന്തായിരുന്നു? പഴയ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടുകാർക്ക് ഞാൻ എവിടെയാണെന്ന് അറിയില്ല. അപ്പോ അവര് പ്രശ്നം. പുതിയ പേരെന്താ? ഐഷ. ഈ ആയിഷ എന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ എങ്ങനെയാണ് ഈ ആളുകൾ ഇത്രയും ഞെട്ടലുണ്ടാക്കുന്നത്? എന്താ കാര്യം പറ. ആ ഒരു വീഡിയോ വന്നതിന് ശേഷം എന്റെ പൊന്നിയ ചില ആളുകൾക്കൊക്കെ എന്തൊരു പ്രഹസനമാണ്. എന്നാലും ഉള്ളതുപോലെ പറയണമല്ലോ. അത് അവിടെ പഠിപ്പിക്കണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിടം എന്നൊരു രീതി പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അയ്യോ, യാഥാർത്ഥ്യമാണ് സാർ. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. പറയുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കലും സ്ത്രീയെ കൃഷിയിടവുമായിട്ട് ഉപമിച്ചേക്കുന്നത് സ്ത്രീ വിരുദ്ധതയല്ല. ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി. സ്ത്രീകൾ നിങ്ങളുടെ വിളനിലമാണ്. നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കൊയ്തു കൊള്ളുക. കിടത്തിയോ, തിരിച്ചു കിടത്തിയോ, പിൻഭാഗത്തു കൂടിയോ, പക്ഷേ വാതില് ഒന്നേ ആകാം. മുൻഭാഗത്തുകൂടെ ആകാം, പിൻഭാഗത്തുകൂടെയാകാം. വാതില് ഒന്നേ ആകാം. ഓരോ വൃത്തികെട്ട നിയമങ്ങളെ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. പെമ്പിള്ളേരെ തൊട്ടും തലോടിയും തോണ്ടിയും എനിക്ക് നല്ല ശീലമാ. തീർന്നില്ല, വെറൈറ്റി ആണ്. ചെറിയ മക്കളെ വരെ നിങ്ങൾ ലിഫ്റ്റ് ഇടിക്കും. അല്ലാഹുവിന്റെ റസൂൽ വഹിയ സാനിയ, ഓള് വേശ്യയാണെന്നാ പറഞ്ഞത്. ഓൾ ആരാണ്? പോക്കാണ് മോനെ. ഇതിലും വലിയ പിടി സ്വപ്നങ്ങളിൽ മാത്രം.